രാമേഷേട്ടാ, ഇത്രയും ചേർച്ചയുള്ളവരുടെ കല്യാണം അങ്ങ് നടത്തിക്കൂടെ? രണ്ടാളും നല്ല ചേർച്ചയുണ്ട്. ആണല്ലേ? നമുക്ക് നിത്യേച്ചിയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്താലോ? നമുക്ക് ഏട്ടന്റെ ഫോട്ടോ കാണിക്കാമേ. അവനൊന്നും ചെയ്യല്ല ഏട്ടാ. ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. നിത്യേച്ചിയുടെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഏട്ടാ വാതിലൊന്ന് തുറക്കേട്ടാ, തുറക്കേട്ടാ. ഞാൻ ഫോട്ടോ കാണിക്കാം. നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യമല്ലേ? ഒരിക്കൽ കൂടി എന്നെ പറ്റിക്കാൻ നോക്കരുത്. സത്യമായിട്ടാ ഏട്ടാ, വാതിൽ തുറന്നൊന്ന് നോക്ക്. കുഞ്ഞിനൊന്നും ചെയ്യല്ലേ ഏട്ടാ, പ്ലീസ് ഏട്ടാ, തുറക്ക്.
ആദി മോനെ ആദി മോനെ ഹരി ഉം? പായസം അസലായിട്ടുണ്ടല്ലോ. ആരാ ഉണ്ടാക്കിയത്? പായസം ഉണ്ടാക്കിയത് ഞാനാ. പക്ഷേ പത്മ ടീച്ചർ അവസാനം വന്ന് ചില മിനുക്ക് പണികളൊക്കെ നടത്തി. അതാ ഇത്ര സ്വാദ്. അപ്പൊ രണ്ടുപേരും ഒന്നിച്ചാലേ ഇതുപോലെ മധുരമുള്ള ജീവിതം ഉണ്ടാവും. അതെ, ഈ മോന് സുഖമില്ലാത്തതുകൊണ്ട് പത്മ ടീച്ചറിനെ നേരത്തെ കൊണ്ട് വരാൻ പറ്റിയില്ല. അല്ലെങ്കിൽ എല്ലാ വിഭവങ്ങളും ഞാൻ പത്മ ടീച്ചറിന്റെ കൈ കൊണ്ട് ഉണ്ടാക്കുമായിരുന്നുള്ളൂ. അതെന്താ ചേട്ടാ അങ്ങനെ? എന്താ കാര്യം? സ്വാദ്, കൈപുണ്യം. അതെ സുമാര, പത്മ ടീച്ചറ് വെറുതെ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് അതിന് ഇത്തിരി ഉപ്പിട്ടാ പോലും വല്ലാത്തൊരു സ്വാദാ. കൈപുണ്യം അത്രയ്ക്ക പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഈ പായസത്തിന് ഇത്രയൊക്കെ ഉണ്ടോ? എന്നാ പിന്നെ ഞാനൊന്ന് നോക്കട്ടെ. ടീച്ചറെ, ടീച്ചർക്ക് എന്റെ വക ഇത്തിരി പായസം തരട്ടെ? വേണ്ട, ഇവര് കഴിച്ചു കഴിയട്ടെ. അതെന്താ ടീച്ചറെ, സ്നേഹം കൊണ്ട് തരുന്നതല്ലേ? ഇങ്ങനെയൊക്കെയല്ലേ സ്നേഹം പങ്കുവെക്കുന്നേ. കഴിക്ക ടീച്ചറെ. അയ്യോ, നീ എന്താ ഈ കാണിക്കുന്നേ? കണ്ണൂടെ നിനക്ക്? ഹരിക്ക് പൊള്ളൂന്ന് എനിക്കറിയാം. കുറച്ച് പായസമല്ലേ, അത് കഴിയാലങ്ങ് പോവും. പായസം കഴുകിയാ പോവും, പക്ഷെ നിന്റെയൊക്കെ മനസ്സിലെ വിഷമാ കഴിയാനും പോവാത്തത്. എന്തിനാ ബഹളം വെക്കുന്നേ? ഞാനിത് കഴുകിയിട്ട് വരാം. കഴിക്കുന്നവര് സമാധാനമായിട്ട് കഴിക്കട്ടെ. കഴുകുമോളെ, നീ ക്ഷമിക്ക്. ആ
നീ ഇത് കരുതി കൂട്ടിയാ ചെയ്തതെന്ന് എനിക്കറിയാം. അതെ, നന്നായി. ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് തടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട്. എന്റെ മുമ്പിൽ വെച്ച് അച്ഛനും അമ്മയും കളിക്കാനുള്ള ധൈര്യമൊക്കെ ആയല്ലേ. അമ്മ, നിത്യേച്ചി ഇപ്പൊ വരുമല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യും? എനിക്കറിയില്ല. നിത്യയുടെ ഫോട്ടോ കണ്ടപ്പോഴാണ് അവനിങ്ങനെ തീർന്നത്. അപ്പൊ നേരിട്ട് കണ്ടാലോ? മോളൊരു കാര്യം ചെയ്യാം, ഹരിയുടെ വീട്ടിലേക്ക് ചെല്ലാം. ഒരു കാരണവശാലും നിത്യ ഇങ്ങോട്ട് വരരുത്. എന്നിട്ട് ഇവിടെ അമ്മ തനിച്ച്. ഇവൻ ഉണരുന്നത് ഏതവസ്ഥയിലാണെന്ന് എനിക്കറിയില്ല. ആദ്യം മോനെ നീ കൊണ്ടുവയ്ക്കൂ. അമ്മ, പ്രസവിച്ചു എന്ന മഹാപാപം ചെയ്തത് ഞാനല്ല. എന്നെ കൊന്നവൻ അവന്റെ കരി തീർക്കട്ടെ. മോളെ മോളിച്ചല്ലേ. അമ്മേ, 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 വാതിൽ തുറക്ക്. അമ്മേ, ജ്യോതി, ജ്യോതി പിടിക്ക. അമ്മേ, ജ്യോതി. വാതിലൊന്ന് തുറക്ക്. മോൾ ആദ്യയുടെ അടുത്തേക്ക് ചെല്ല്. ആദ്യം നിത്യയോട് ഒന്നും പറയാൻ പാടില്ല, കേട്ടല്ലോ? വാ വാ, ചെല്ല. അമ്മേ, ജ്യോതി. ഞാൻ എത്ര വിളിച്ചു അമ്മേ? അത് ഞാൻ ഒന്ന് കിടന്ന് ഉറങ്ങിപ്പോയി. ആദ്യമോൻ എന്തേ? ജ്യോതിയുടെ അടുത്തുണ്ട്. അവനോട് ഉറങ്ങിക്കൊള്ളാൻ പറഞ്ഞു ഞാൻ. നീ എന്താ വന്ന്? ഇത് കണ്ടില്ലേ? പായസം തട്ടി മറിഞ്ഞതാ. ഇതൊന്ന് കഴുകിയിട്ട് പോകാന്ന് കരുതി വന്നതാ. അതിന് അവിടെ കഴുകായിരുന്നില്ലേ? അത് നമ്മുടെ വീടല്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ഇവിടെ വന്ന് കഴുകുന്നതിന് എത്ര നേരം വേണം? കഴുകിയിട്ട് നീ വീണ്ടും തിരികെ അങ്ങോട്ട് പോവല്ലേ? ആ, വേണമെങ്കിൽ പോവാം. ആ, പൊയ്ക്കോ പൊയ്ക്കോ, അതാ നല്ലത്. അല്ല, ഫംഗ്ഷന് വിളിച്ചിട്ട് നീ മാത്രമല്ലേ പങ്കെടുത്തുള്ളൂ. എന്നിട്ട് നീയും പാതിക്ക് നിർത്തിപ്പോരുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞതാ. അങ്ങനെയൊന്നുമില്ല അമ്മേ. അവിടെ എല്ലാത്തിനും ഇടയിൽ വീണയുണ്ട്. എല്ലാവരും അതിൻ്റെ ടെൻഷനിലാ. അതിൻ്റെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്നാലും അത് ശരിയല്ല മോളെ. പെട്ടെന്ന് കഴുകിയിട്ട് തിരിച്ചു പോകാൻ നോക്ക്.
മോളെ മോളെ നിക്ക്. ആ വാഷ്റൂമിൽ പോണ്ട. എന്തുപറ്റി? അത് ഞാനൊന്ന് കഴുകാന്ന് വിചാരിച്ചിരിക്കായിരുന്നു. അതിനെന്താ അമ്മേ, ഞാനിവിടെ ഗസ്റ്റായിട്ട് വന്നതാണോ? ഞാൻ ഈ വാഷ്റൂം തന്നെ യൂസ് ചെയ്തോളാം. എന്നാ മോള് പെട്ടെന്ന് പോയിട്ടോ. അമ്മ പൊക്കോ, ഞാൻ വന്നോളാം. അമ്മയ്ക്ക് എന്തെങ്കിലും ടെൻഷനുണ്ടോ? എന്താ അങ്ങനെ ചോദിച്ചേ? ടെൻഷനുള്ളപ്പോ അമ്മയുടെ മുഖത്തേക്കൊന്ന് വെറുതെ നോക്കിയാൽ മതി, എനിക്ക് മനസ്സിലാവും. എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചു കൂട്ടിയിട്ടുണ്ടാവും അല്ലേ? ഒന്നുമില്ല, മോൾക്ക് വെറുതെ തോന്നിയതാ. മോള് പൊയ്ക്കോ. ആ ആഹാ ഓ അവളുടെ ഒരു മേക്കപ്പ് നാശം പിടിക്കാൻ. ഇതെന്താ കാണിക്കുന്നേ? എന്തിനാ എന്റെ സാധനങ്ങളൊക്കെ എടുക്കുന്നേ? സാധനങ്ങൾ എടുക്കുന്നതേ നിന്നെ പുറത്തേക്ക് തള്ളാനായിട്ട്. ദേ, ഈ വീട്ടില് ഇനി നിനക്ക് നിൽക്കാൻ പറ്റുകയല്ല. അതെന്താ? അതോ നീയേ ഈ വീട്ടിലെ ആരും അല്ലാത്തതുകൊണ്ട്, കാലിന് വയ്യാന്ന് പറഞ്ഞ് കരച്ചതുകൊണ്ടാ നിന്നെ ഇവിടെ നിർത്താതെ ഞാൻ സമ്മതിച്ചത്. പക്ഷേ നീ ഒരു ദയെ അറിയിക്കുന്നില്ല. അതുകൊണ്ട് ദേ, ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് അങ്ങ് ഇറങ്ങിക്കോണം. ഇതിപ്പോ ആരെ കാണിക്കാനാ ഈ പ്രകടനം? ആ ടീച്ചറെ കാണിക്കാനായിരിക്കും അല്ലേ? അതേടി, ആ ടീച്ചറെ എനിക്ക് അത്രയ്ക്കും വേണ്ടപ്പെട്ട കുട്ടിയാ. കുടുംബത്തിലുള്ളവരൊക്കെ വളരെ ബഹുമാനത്തോടെ കാണുന്ന ടീച്ചറാ. ആ ടീച്ചറെ അപമാനിച്ച ഒരാള് ഈ വീട്ടില് ഒരു നിമിഷം പോലും നിൽക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. എനിക്കിവിടെ നിൽക്കാൻ ആരുടെയും സമ്മതമൊന്നും വേണ്ട. ഞാനേ രാമകൃഷ്ണന്റെ മോള, ഹരിയുടെ ഭാര്യ. ഇതിലേതെങ്കിലും ഒരവകാശം പോരെ. എനിക്കിവിടെ നിൽക്കാൻ ആരുടെയും സമ്മതത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഓടി, രാമകൃഷ്ണന്റെ മോളാണ് നീയെന്ന് നീ അങ്ങ് തീരുമാനിച്ചാ മതിയോ? ഞാനും കൂടെ അങ്ങ് സമ്മതിക്കണ്ടേ? ഓത്തു നോക്കി പറഞ്ഞില്ലേടി ഞങ്ങളുടെ മനസ്സിൽ നിന്ന് നീ ചത്തുപോയെന്ന്. അതിനെ നിയമത്തിന്റെ മുമ്പിൽ സ്ഥാനമില്ലല്ലോ. ഹും. നിയമപ്രകാരം അച്ഛന്റെ സകല സ്വത്തുക്കൾക്കും അവകാശം ഒരൊറ്റ മോളായ എനിക്കാ. ഉവ്വ. എന്ന് പറഞ്ഞാ ഞാൻ ഈ വീടിനകത്ത് എന്ത് ചെയ്താലും നിയമപ്രകാരം എന്നെ ഒന്ന് തൊടാൻ പോലും നിങ്ങൾക്ക് സാധിക്കില്ല. അല്ല, എന്നാ ടീച്ചർ ഈ വീട്ടിലെ എല്ലാമായി മാറിയത്?